ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്ന ഒരു നാടൻ റെസിപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം ചമ്മന്തിപ്പൊടി, അതുമല്ലെങ്കിൽ ഇടിച്ചമ്മന്തി എന്നൊക്കെ പറയും. തനി നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയേക്കണത്. നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കണം അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ചമ്മന്തിപ്പൊടിയും കുറച്ച് തൈരും മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും. അപ്പോൾ നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ചമ്മന്തിപ്പൊടി അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് നമ്മുടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 4 കപ്പ് തേങ്ങയാണ്. നന്നായിട്ട് മൂത്ത തേങ്ങ തന്നെ വേണം നമ്മൾ ചമ്മന്തിപ്പൊടിക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി വിളയാത്ത തേങ്ങയൊന്നും എടുക്കരുത്. ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ചിരണ്ടി എടുത്തിട്ട് മിക്സി ബൗളിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരേ സൈസിൽ നമ്മുടെ തേങ്ങയെല്ലാം കിട്ടും. നമ്മൾ ചിരണ്ടി എടുക്കുമ്പോൾ ചിലത് വലുതാകും, ചിലത് ചെറുതാകും. അപ്പം നമ്മൾ വറുത്തെടുക്കുമ്പോൾ ചിലത് പെട്ടെന്ന് മൂത്ത് വരും, ചിലത് പച്ചയായിട്ട് തന്നെ കിടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മിക്സി ബൗളിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത്. പൾസ് ബട്ടൺ യൂസ് ചെയ്ത് ഒരു സെക്കൻഡ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പം നമുക്ക് ഇതേപോലെ തന്നെ പൊടിയായിട്ട് കിട്ടും. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളകിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 8 വറ്റൽമുളകാണ്, നല്ല എരിവുള്ള വറ്റൽമുളക്. അതേപോലെ തന്നെ ഒരു 6-7 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. ഇത് എടുത്തേക്കുന്നത് നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം മുളകിൻ്റെ എണ്ണം നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ച് മാറ്റം വരും. അപ്പം അതിനനുസരിച്ച് എടുക്കുക. പിന്നെ ഒരു 4-5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 2 നുള്ള് ഉലുവ എടുത്തിട്ടുണ്ട്, മുഴുവനുള്ള ഉലുവയാണ്. പിന്നെ ഒരു ടീസ്പൂൺ മല്ലി, മുഴുവനുള്ള മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കായപ്പൊടി ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് വേണ്ടത്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ അതാ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കരുത്. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. നമ്മുടെ ഈ മുളകൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഞാനിപ്പം മുളകിൻ്റെ ഞെട്ടെടുത്തിട്ടില്ല. ഞെട്ടെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള വിത്തെല്ലാം നമ്മുടെ പാനിലേക്ക് വീണിട്ട് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞെട്ടോട് കൂടി തന്നെ നമ്മൾ വറുത്തെടുക്കുന്നത്. പിന്നീട് നമുക്ക് ഞെട്ടെടുത്ത് കളയാം. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ തീ കുറച്ച് കൂട്ടിയാണ് വെച്ചേക്കണത്. ഈ തേങ്ങയുടെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ ഉലുവ ചേർത്ത് കൊടുക്കാം. 2 നുള്ള ഉലുവ, അതേപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലി, പിന്നെ നമ്മുടെ ചെറിയുള്ളി ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പം തീ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കണത്. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് തീ കുറച്ച് കൊടുക്കാം. തേങ്ങ മൂത്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർത്തല്ലോ, ചെറിയുള്ളിയും ഇഞ്ചിയും ഉലുവയും അതേപോലെ തന്നെ മല്ലിയും, അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നോളൂ. കറിവേപ്പില നമുക്ക് തേങ്ങ ഒരു പാതി മൂപ്പാകുമ്പോൾ ഇട്ട് കൊടുക്കാം. കറിവേപ്പില പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും, അത് കാരണം ആദ്യമേ തന്നെ ചേർക്കണ്ട. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് തീ കുറച്ച് വയ്ക്കാം. അതാ നോക്കിയേ നമ്മുടെ തേങ്ങയുടെ കളറ് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി തീ ഒരു മീഡിയത്തിനും ലോയ്ക്കും ഇടയിൽ വയ്ക്കുക. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കറിവേപ്പില ഈ തേങ്ങയുടെ കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരും. കറിവേപ്പില നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഹെൽത്ത് വൈസ് നല്ലതാണല്ലോ നമ്മുടെ കറിവേപ്പില, അത് കാരണം കൂടുതൽ ചേർക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. ഇനി ഈ തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. നമ്മുടെ തേങ്ങയൊന്നും കരിഞ്ഞു പോകരുത്. അപ്പോൾ അതാ നോക്കിയേ നമ്മുടെ തേങ്ങ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ പുളി എടുത്ത് വെച്ചില്ലേ, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള, അതും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ പുളി ഒന്ന് ചൂടായിട്ട് വരും.
നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. തേങ്ങ വറുത്തതിൻ്റെയും അതേപോലെ തന്നെ ഇഞ്ചിയുടെയും ചെറിയ ഉള്ളിയുടെയും കറിവേപ്പിലയുടെ ഒക്കെ നല്ല സ്മെല്ലാണ്. അപ്പോൾ അതാ നോക്കിയേ, നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയും കൂടുതൽ നേരം ഇളക്കി കൊടുത്താൽ നമ്മുടെ തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ ടേസ്റ്റേ മാറിപ്പോകും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കായപ്പൊടി ഒരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ തേങ്ങയിൽ ഓൾറെഡി ചൂടുണ്ടല്ലോ, ആ ചൂടിൽ നമ്മുടെ കായപ്പൊടിയുടെ പച്ചച്ചവ മാറിക്കോളും. എന്നിട്ട് ഇതിൻ്റെ ചൂടാറിയിട്ട് വേണം നമുക്ക് എല്ലാം കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കരുത്, പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് നമ്മുടെ തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ അതാ നമ്മുടെ തേങ്ങ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ മുളക് വറുത്തതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ചൂടാറട്ടെ. ചൂടാറിയിട്ട് നമുക്കിത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ചൂടാറട്ടെ, ആറണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ തേങ്ങയുടെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു മിക്സി ബൗൾ എടുക്കുക. മിക്സി ബൗളിലേക്ക് ആദ്യം നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം. മുളകൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. പകുതി മുളക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പകുതി തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ ഒത്തിരി ഫൈനായിട്ട് അങ്ങ് പൊടിക്കരുത്. തരിതരിപ്പോട് കൂടി പൊടിച്ചെടുക്കുക. നിർത്തി വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് പൊടിച്ചാൽ നമ്മുടെ തേങ്ങയിൽ നിന്ന് എണ്ണ ഇറങ്ങിയിട്ട് കുഴഞ്ഞു പോകും. അത് കാരണം നിർത്തി വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി നൈസായിട്ട് അങ്ങ് പൊടിഞ്ഞിട്ടില്ല. തരിതരിപ്പോട് കൂടി തന്നെയാണ് പൊടിച്ചെടുത്തേക്കണത്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും പൊടിച്ചെടുക്കാം. എന്നിട്ട് ഇതും നമുക്ക് ആദ്യത്തെ ബാച്ച് പൊടിച്ചെടുത്ത പോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ അടുത്ത ബാച്ചും പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ നാടൻ ചമ്മന്തിപ്പൊടി അങ്ങനെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ രുചിയിലുണ്ടാക്കിയ ചമ്മന്തിപ്പൊടി. ഇതും കുറച്ച് തൈരും മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറിനാൻ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചമ്മന്തിപ്പൊടിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.